ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പരിക്കത്തിന് എൻ്റെ പുരന്ന് എത്തിയിട്ട് 2-3 ദിവസമായെങ്കിലും ഇന്നാണ് വീഡിയോ എടുക്കാനല്ല പറ്റിയത്. പിന്നെ നമുക്ക് നോമ്പലിയിട്ട് മോനിക്ക് എന്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രാവിലെ എന്തോ തോന്നിയിട്ട എന്നത്തോടെ ഉച്ചക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മുട്ട ബിരിയാണിക്കുള്ള മസാല എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം നേരത്തെ കട്ടാക്കിയിട്ട് വെച്ച് എന്നിട്ട് മസാല എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഇതും തിന്നുമെന്ന് ഉറപ്പൊന്നുമില്ല, പിന്നെ ഒക്കത്തെ നടന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആക്കുന്നുള്ളത്. ഇപ്പം നമുക്ക് നോമ്പായി പിന്നില്ലേ അവന് എന്തോ തിന്നിട്ടാണ് വെയിറ്റെല്ലാം കുറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വെയിറ്റ് ഇല്ല അവന്. ഇപ്പം വെയിറ്റ് കുറഞ്ഞുകൊണ്ട് പോന്നു. അങ്ങനെ മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ മുട്ടയെല്ലാം വേവിച്ചിട്ടിട്ട് അരിയെല്ലാം കയറ്റിയിടുന്നുണ്ട്. ഞാനില്ലേ കുക്കറിൽ വെച്ചിട്ട് ഞാൻ അപ്പുറം പോയിനായിരുന്നു. വൈകിട്ട് വരുമ്പോഴേക്ക് വരുമ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് അടിക്കി പിടിച്ച പോലെ ആയിട്ടുണ്ട്. പിടിച്ചിട്ടാന്ന് പറയുന്ന അവസ്ഥയിലുണ്ടായി. പിന്നെ ഞാൻ ഇവനക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി. ഇനി നിങ്ങൾ കണ്ടോ ഇതിൻ്റെ അവസ്ഥ, 1-2 മേങ്ങും. പിന്നെ ഒരു ഇപ്പോൾ വലിയ ലേക്കെല്ലാം അടിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ സ്വഭാവം മാറുന്നു. ഇങ്ങനെ നോക്കി ഫുൾ വയ്ക്കോ കണ്ട അതാണ് അവസ്ഥ. പിന്നെ എങ്ങനെയെങ്കിലും ഫോണെല്ലാം കൊടുത്തിട്ട് പിന്നെ ഞാൻ തോന്നിപ്പിച്ചില്ല എന്ന് എടുക്കാലോ. അങ്ങനെ ഫോണെല്ലാം കൊടുത്ത് എന്തോ തോന്നിയിട്ട് രാവിലെ പിന്നെ ആൾക്കിട്ടെ ഞാൻ ഫോൺ കൊടുക്കലേന്. പക്ഷെ രാവിലെ എന്തോ തിന്നാത്ത കൊണ്ട് ഫോണെല്ലാം കൊടുത്ത് തോന്നിപ്പിച്ച്. അങ്ങനെ ഓൾക്ക് തിന്നാൻ കൊടുത്തിട്ടായ ശേഷം അസറെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കൊച്ചിലേക്ക് കയറുമ്പോൾ ഭാവിയെ കറിച്ചിട്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായി, അതിനെല്ലാം പിന്നെ കാബേജ് കറി അവിടെ റെഡി ആകുന്നുണ്ട്. പിന്നെ എൻ്റെ ബാപ്പ വന്നിട്ടുണ്ടായി, അതെനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ബാപ്പ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് വന്നത്. അങ്ങനെ ബാപ്പ വന്നിട്ടെല്ലാം പോയി. പിന്നെ ബാപ്പ കൊണ്ടുവന്ന് ഫ്രൂട്ട്സിൽ നിന്ന് നോമ്പ് തുറക്കാനായിട്ട് വെച്ച്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക.